അപ്പോൾ ഇവരെ കളം വരുന്നത് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലേ നബിൽ ഭായി ബീച്ച് തന്നെ? ആ ബീച്ചിന്റെ തൊട്ടപ്പുറം തന്നെ ബീച്ചാണ്. കാണുന്ന അങ്ങനെ തന്നെ ബീച്ചാണ്. പിന്നെ ലോഫ്റ്റ് വരുന്നത് ഇതാണ്ടില്ലേ, ഇവിടെ തന്നെ കേട്ടോ. പിന്നെ ലൈറ്റ് തെങ്ങിന്റെ ഈ തെങ്ങൊക്കെ ശല്യമായി മാറണ്ടോ? ശല്യമൊന്നുമില്ല. കറക്റ്റ് പ്രാവ് ഇരുന്നിരുന്നില്ലേ? ഇതിന്റെ മുകളിലായിരിക്കാം, ഷെഡിന്റെ മുകളിൽ. ഇതൊക്കെ നമ്മളെ ഈ വർഷത്തെ പുതിയ കുഞ്ഞന്മാരല്ലേ? ഈ വർഷത്തെ പുതിയ കുഞ്ഞന്മാർ. ഇതിനേക്കാളും കുഞ്ഞന്മാരുണ്ടാവുകയും സെറ്റാക്കാൻ നമ്മളെ പുതിയ കൂടെ അടിച്ചോണ്ടല്ലേ? ഇതിലിപ്പോ ഈ ബാബുജി നമ്മളൊരു പുതിയ സെറ്റാണ്. പുതിയ സെറ്റാന്ന് പറയുമ്പോൾ ഇതിന്റെ മേൽപ്രാവ് നമ്മളെ പറഞ്ഞല്ലോ കത്തങ്ങ, ആ പ്രാവിലാണ് മേൽപ്രാവ്. ഫീമെയിൽ വന്നിട്ട് നമ്മളെ ശ്രീരാമൽ കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിക്കാരൻ അവന്റെ പ്രാവില് നമ്മൾ ആ സെന്ററിൽ കാണുന്ന ഈ പ്രാവ് അതിൽ പെട്ട തന്നെയാണോ? ആ പ്രാവ് അവന്റെ പ്രാവില് പെട്ട പ്രാവ്. എൻ്റെ പേര് നബീൽ എന്നാണ്. എൻ്റെ കൂടിൻ്റെ പേര് വരുന്നത് പുൽമേട്ടിലെ പ്രാവുകൾ ചാമുണ്ടി വളപ്പ്. ഇതിൻ്റെ പാർട്ട്ണറാണ് മഷൂദ് എന്ന് പറയും. നമ്മളിപ്പോൾ പ്രാവിനെ പോറ്റാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ പ്രാവിനെ പോറ്റുന്നുണ്ട്. ഏകദേശം നല്ല ചെറുതിലെ പ്രാവിനെ പോറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 10ാം ക്ലാസ് ആ ടൈമിലാണ് മത്സരങ്ങൾ വിട്ട് തുടങ്ങിയത്. ഫസ്റ്റായിട്ട് മത്സരം വിടുന്ന ഇവിടുത്തെ ലോക്കൽ ടൂർണമെൻറ്റിൽ വിടൽ, അതായത് ഏരിയ ടൂർണമെൻറ്റ് ആദ്യം വിടാറുള്ളൂ. നമ്മൾ ബാക്കി ടൂർണമെൻറ്റുകളൊന്നും വിടാറില്ല. ഏരിയ ടൂർണമെൻറ്റിൽ തന്നെ എല്ലാ വർഷവും ഇവിടുത്തെ ഏരിയ ടൂർണമെൻറ്റിൽ സെക്കൻഡ് ഫസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വിട്ട സമയങ്ങളിലൊക്കെ നമ്മൾ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ഫസ്റ്റായിട്ട് നമ്മളെ പ്രാവ് 13.5-ൽ പറക്കുന്നത്, ഫസ്റ്റ് മത്സരം പറക്കുന്നത് 13:23 ആ ടൂർണമെൻറ്റിലെ ഏറ്റവും ടോപ്പ് സ്കോർ ടൈം പറഞ്ഞതും നമ്മളെ പ്രാക്കളാണ് പറക്കുന്നത്. അത് 2016 ആ കാലയളവിലാണ് പ്രാവ് പറക്കുന്നത്. ആ വർഷത്തിൽ 3 ടൂർണമെൻറ്റ് ആ പ്രാക്കൾ തന്നെ 3 മത്സരം കണ്ടിന്യൂ ആയിട്ട് പറന്നിക്കുന്നു. ഒരു 13:23 പറന്ന് 13:12 13:8 3 മത്സരങ്ങളിലും ഫസ്റ്റ് പ്രൈസാണ് ആ ടൂർണമെൻറ്റിൽ പ്രാവ് പറന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാവിനെ നമ്മളിതാ ഈ 2025 വരെ പ്രാവിനെ പറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം നല്ലൊരു സമയം കുറിക്കാൻ പറ്റുമെന്ന് ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ നമ്മൾ മെനക്കെടുന്നത്. പിന്നെ നബീൽ ഭായി, ഇപ്പൊ നമ്മളെ എത്ര വർഷമായിട്ട് നമ്മളെ ഈ ഒരു പറവക്ക് വിടുന്ന പ്രാവ് ആ ലൈനേജ് കീപ്പ് ചെയ്ത് പോരുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളതിലൊരു കത്തങ്ങ വെള്ള എന്ന് പറഞ്ഞ ലൈനുണ്ട്. ജോഡി, ഒന്ന് കത്തങ്ങയും ഒന്ന് വെള്ളയും. കത്തങ്ങ മേൽപ്രാവും വെള്ളപ്രാവ് ഫീമെയിലും. കത്തങ്ങ നമ്മളൊരു ഫ്രണ്ട് നമുക്ക് ഇവിടുന്ന് വീണ് കിട്ടിയിട്ടോ നമുക്ക് തന്നത്, നമുക്ക് പറക്കണ പ്രാവെന്നൊന്നും അറിയില്ല. ആ പ്രാവിൽ നിന്നാണ് നമ്മൾ പ്രാവ് ഉണ്ടാക്കുന്നത്, മത്സര രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കത്തങ്ങ മെയില് നമ്മുടെ അത്യാവശ്യം പറന്ന് ഈ പ്രാവ് നമ്മൾ പറഞ്ഞ ഏരിയയിൽ നമ്മളാണ് ഇവിടെ സെക്കൻഡും ഫസ്റ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ പ്രാവശ്യം നമ്മളതിന് ഈ മെയിൽപ്രാവ് പറന്നിട്ട് ഫസ്റ്റ് നിന്നത്. അപ്പോൾ ഒരു ഫീമെയിൽ പ്രാവ് നമ്മളെ കൂട്ടിൽ വെള്ളപ്രാവ് ഉണ്ടായിരുന്നു. അതങ്ങനെ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ കൊല്ലം എന്താക്കി പറന്ന് കഴിഞ്ഞതിന് ശേഷം ജോഡി ചേർത്ത് ആ പ്രാവിൽ നല്ല റിസൾട്ടാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ പ്രാവിൻ്റെ ലൈനേജാണ് നമ്മൾ കീപ്പ് ചെയ്ത് വരുന്നത്. ഈ ഫീമെയിലും ഈ മേൽപ്രാവ് കത്തങ്ങൻ്റെയും ആ ഒരു വർഗത്തിൽപ്പെട്ട പ്രാവാണ് ഇപ്പൊ നമ്മളെ നിലവിൽ നമ്മളെ കൂട്ടിൽ ഇന്നും നിലനിൽക്കുന്നത്. ആ പ്രാവിലാണ്. കഴിഞ്ഞ കൊല്ലവും അതിന്റെ മുമ്പത്തെ കൊല്ലമൊക്കെ നമ്മൾ പറന്നതും ആ ലൈനേജിലുള്ള പ്രാക്കളാണ് പറഞ്ഞത്. നമ്മള് പറത്തുന്നത് എവിടെയാണ്? പറത്തുന്നത് ഇവിടെ തന്നെയാണ്, കുറച്ച് അങ്ങോട്ടേക്കുള്ള ഒരു വയലിലാണ് നമ്മൾ പ്രാവിനെ. നമുക്ക് എന്തായാലും കാണിക്കാം. നമ്മൾ നിലവിൽ ഇപ്പൊ ഇവലെ ലോഫ്റ്റ് വരുന്നത് ലോഫ്റ്റ് ആയിട്ടില്ല, ഒരു കൂടല്ലേ കമ്പിക്കൂടായിട്ട് സെറ്റ് ചെയ്തിട്ടോ. ലോഫ്റ്റ് ഉണ്ടായിരുന്നു സമയത്ത്? ഇവിടെ ലോഫ്റ്റ് ഇല്ല, ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കുഞ്ഞിനെടുക്കാൻ വേണ്ടി മാത്രം സെറ്റ് ആക്കിയതാ. ലോഫ്റ്റ് വരുന്നത് നമ്മൾ പറപ്പിക്കുന്ന അവിടെ ഒരു ലോഫ്റ്റ് സെറ്റ് ആക്കിയത്. ഓക്കെ, നമുക്ക് മെയിൻ പ്രാവളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഈ ലൈനേജ് പ്രാവാണ് ഇപ്പൊ നമ്മള് മെയിനായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഇതിനിപ്പോ എത്ര വയസ്സുണ്ടാവും ഈ ഒരു പ്രാവിന്? ഈ പ്രാവിന് ഒരു ചുരുങ്ങിയത് ഒരു 10-12 വയസ്സ് ഈ പ്രാവിനുണ്ടാവും. ഇതിന്റെ ചട്ടൊന്ന് ജസ്റ്റ് നിർത്തി. ഇതാ കത്തങ്ങന്റെ, ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്നറിയില്ല. ആ കത്തങ്ങന്റെ ഒരു വേറെ ഇതിന് പോലെ വന്നിട്ടുണ്ട് പ്രാവിന്. പിന്നെ ചെറിയ കുത്തുകള്. മെയിൻ നമ്മളെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതായിരുന്നു ഇതിന്റെ അച്ഛനും അമ്മയില്ലേ? പിന്നെ അതിന് തുണിട്ട പ്രാവ് ഏതാണ്? അതിന് തുണിട്ടത് നമ്മളോട് അതേപോലെ പറഞ്ഞൊരു പ്രാവാണ്.
നന്നായിട്ട് പറഞ്ഞ പ്രാവാണ്. ആ അത്യാവശ്യം നല്ലൊരു പറക്കൽ പറഞ്ഞ ഒരു പ്രാവാണ് ഇത്. ഇത് ഇത് പിന്നെ ടൂർണമെന്റ് ബേസ് ചെയ്ത് പറത്തിയിട്ടുണ്ട് അതിനെ? ടൂർണമെന്റ് ബേസ് ചെയ്ത് പറത്തിയിട്ടില്ല. ഒരു എന്താ പറയാ, നമ്മളെ പ്രാവ് പീടിയം പിടിച്ചിട്ട് ഇതിനെ പറപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നതിനെ കൊണ്ട് പിന്നെ പറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് അതിന്റെ ജോഡി. ഇപ്പൊ ഇതില് കുഞ്ഞന്മാരെ ഇറക്കിയിട്ട് എന്താ സ്ഥിതി? കുഞ്ഞന്മാര് ഇറക്കിയിട്ട് ഇതിനെ വേറൊരു ഫീമെയിലാണ് ജോഡി ചേർത്തത്. ഈ കൊല്ലം ഫസ്റ്റ് ജോഡിയാണ് ആ പ്രാവിനെ. അതിലിറങ്ങിയ ഫസ്റ്റ് ഉള്ള ക്ലച്ചിലെ കുട്ടികളാണത്? ഫസ്റ്റ് ബാച്ച് കുട്ടികളാണത്. ഇത് നിലവിൽ ഇതില് ഈ ആണിൽ നിങ്ങൾക്ക് ടൂർണമെന്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉള്ള പ്രാവ്. അതിന്റെ കുഞ്ഞന്മാർ നമ്മളെ കൂട്ടിലുണ്ട് ഇപ്പൊ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ, ഈ ആളിന്റെ കുഞ്ഞന്മാരെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പറഞ്ഞ കുഞ്ഞന്മാരെ അതിൽ പെട്ടൊരു അതിന്റെ കുട്ടികളാണ് ഈ പ്രാവക്കഥ. ഇതിന് വരുന്നത് ചട്ടന്റെ മുകളിലാണ് ഈ കത്തങ്ങടിപ്പ് വരുന്നത്. ബെൽറ്റ് മോഡൽ അല്ലേ? ബെൽറ്റ് മോഡൽ 2 ചട്ടന്റെ മുകളിലായിട്ടു ഇതിന് വരുന്നുണ്ട്. പിന്നെയുള്ള പ്രാവ് ഇതതിന്റെ ഒരു കുഞ്ഞനാണ് ഈ പ്രാവ്. ഇത് നമ്മളോടെ മത്സരത്തിലൊക്കെ പറഞ്ഞ പ്രാവാണ് ഈ പ്രാവ്. 13-27 പറഞ്ഞ പ്രാവ് നമ്മളെ കയ്യിലില്ല. 24 അല്ലേ? ഈ പ്രാവും ആ പ്രാവിന്റെ കുട്ടിയാണ് ഈ പ്രാവും. ഇതാ കത്തങ്ങപ്പുള്ളി. ഇത് ടൂർണമെന്റ് പറഞ്ഞ? ഇതും ടൂർണമെന്റ് പറഞ്ഞ പ്രാവാണ്. പിന്നെ നമുക്കൊരു 13-24 പറഞ്ഞ പ്രാവിന്റെ സ്ഥിതി എന്താ? ആ പ്രാവ് ചെറിയൊരു സൂക്കട് വന്നിട്ട് പ്രാവ് ചത്തുപോയി. കൂട്ടുന്ന ചത്തുപോയി ആ പ്രാവ്. അതില് നമ്മള് ഒരു എത്ര വർഷം കൊണ്ട് ഞങ്ങള് ഈ പ്രാവിനെ കുഞ്ഞനെടുക്കുന്നേ? ഇപ്പൊ ഈ സീസണിൽ വിട്ട പിറ്റത്തെ വർഷത്തിൽ ആ പെൺപ്രാവിലാണെങ്കിൽ ആ കുഞ്ഞനെടുക്കും. ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ മേൽപ്രാവാണെങ്കിൽ നമ്മള് അങ്ങനെ ജോഡി ഇടാനില്ല. അത്യാവശ്യം 2 സീസണൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ മേൽപ്രാവ്. 2 വയസ്സ്. 2 വയസ്സിലൊക്കെ മേൽപ്രാവായാലും ഫീമെയിലായാലും അത്യാവശ്യം മൂത്ത് കഴിഞ്ഞിട്ട് ജോഡി ഇടാറുള്ളൂ. പഴയ പ്രാവാണ് അധികം കളിക്കല്. പഴയ പ്രാവിനായിട്ട് കളിക്കല് കൂടുതലും. അല്ല 2 വർഷം തുടർച്ചയായിട്ട് പറത്തുവോ പ്രാവിനെ? 2 തുടർച്ചയായിട്ട് പറത്തു. 2 വർഷം 2-3 വർഷമൊക്കെ പറത്തിയ പ്രാവ് നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ. ഈ പ്രാവ് പിന്നെ ആ ഇതിലുള്ള പ്രാവന്നെ, അതാ ബെൽറ്റെല്ലാം ഉള്ള പ്രാവാണ് ഈ പ്രാവ്. നമ്മളിൽ 12-42 പറഞ്ഞ പ്രാവാണ്. ഏരിയക്ക് 12-42 പറഞ്ഞ പ്രാവാണ് ഈ പ്രാവ്. നിങ്ങള് ഇവിടെ ഏരിയ ടൂർണമെന്റ് പറയുമ്പോ 13:30-ക്കാണോ ഏരിയ ടൂർണമെന്റ്? 13:30-ലേക്കാണ് ഏരിയ ടൂർണമെന്റ് വരുന്നത്. നമ്മളവിടെ 20-20 ആയിരിക്കും കൂടുതലും. നമ്മൾ കൂടുതൽ 20-20 മത്സരങ്ങളൊന്നും വിടാറില്ല. 10 മണി 20-20 അതൊന്നും വിടാറില്ല. 13 മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 13:30 അൺലിമിറ്റഡിന്റെ അവസ്ഥ എന്താണ്? ഈ കൊല്ലം അൺലിമിറ്റഡ് ഒന്ന് ട്രൈ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള കളികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ടൈം അടിക്കാനുള്ള എന്താ പറയുക, അങ്ങനത്തെ ജോഡികളാണ് ഇപ്പൊ നിലവിൽ നമ്മള് സെറ്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ ഈ വെള്ളനൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ അങ്ങനത്തെ ജോഡിയാ. ഇതിലൊന്നും കുട്ടികളൊന്നും അങ്ങനെ 13:30-ലേക്കൊന്നും ഇറങ്ങിത്തരൂല. നമ്മൾ മെൻക്കെടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ ജോഡി സെറ്റ് ചെയ്തത്. ഈ ജോഡി എന്നല്ല, മൊത്തത്തിലുള്ള ജോഡികളൊക്കെ സെറ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ആശാമാരായിട്ട് ആരെങ്കിലും സെറ്റ് ഇട്ടല്ലേ? നിങ്ങൾ തന്നെ ആശാമാരായതാണല്ലേ? ആശാമാരെന്ന് പറയാൻ അങ്ങനെ ആരൊന്നുമില്ല. നമ്മൾ തന്നെ ഇങ്ങനെ പ്രാവിനെ പറപ്പിച്ച്, നമുക്കറിയാലോ നമ്മളെ 2 പ്രാവ് പറക്കുമ്പോ ഇത് 2 പറന്ന പ്രാവാണ്. അങ്ങനെ ജോഡി ചേർത്ത് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ജോഡി ഇട്ടിട്ട് അതിലാണ് കുഞ്ഞന്മാരെ പറക്കുന്നത്. നമുക്ക് മോശമായിട്ട് വന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഒരു സെറ്റ് ചെയ്യുമ്പോ അതിന്റെ കണ്ണും കാര്യങ്ങളും നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉള്ള പ്രാവിലെ മാത്രമാണോ? കണ്ണും കാര്യങ്ങളും നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യില്ല. നമ്മളെ പറഞ്ഞ പ്രാവ് നമുക്ക് അറിയുന്ന പ്രാക്കളെ ജോഡിയാക്കൂ. അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാണ്ട് കണ്ണ് കളറ് അങ്ങനൊന്നും അറിയില്ല. പുറത്തെ പ്രാവിനങ്ങൾ സെറ്റ് ഇട്ടൊന്നുമില്ല, നിങ്ങളെ കയ്യിലുള്ള പ്രാവിന് തന്നെയാണ്? പുറത്തെ പ്രാവ് ഉണ്ട് ഇവിടെ. അറിയുന്ന പ്രാക്കളാണ് നമ്മളെ കയ്യിലുള്ളത്. അറിയാത്ത പ്രാവിനൊന്നും നമ്മൾ കളിക്കില്ല. ഈ പ്രാവ് ശ്രേയാമോൾ കൊയിലാണ്ടി എന്ന് പറഞ്ഞ പ്രാവാണ്. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന പ്രാവാണ്. ചെറുപ്പത്തിൽ തന്നതല്ലേ വലിയ പ്രാവായ? ഇല്ല, ഈ പ്രാവിന്റെ കുട്ടികളാണ് അവിടെ അൺലിമിറ്റഡില് അവൻ്റെ 14 സംതിങ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രാവിന്റെ കുട്ടി ടൂർണമെന്റ് ഓർമ്മയില്ല, ബാബുജാൻ മെമ്മോറിയൽ ആണോ എന്നൊരു സംശയം. ഏതാ ടൂർണമെന്റ് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ഇത് മെയിൽ ബേർഡ്. ഇത് മെയില്. ഇപ്പൊ ഇതില് പിന്നെ കണ്ണ് വരുന്നത് ഡബിൾ കണ്ണം പ്രാവാണ്. ഒരു ഭാഗം പിന്നെ ബ്ലാക്ക് ഐയും മറ്റേ ഭാഗം ഒരു ഇതില് റെഡ് കയറി വരുന്നത് അല്ലെ? മഞ്ഞക്കണ്ണില് പൊട്ടുകണ്ണെന്നൊക്കെ പറയല്ലേ? ഇതാട്ടോ അതിന്റെ കണ്ണ് വരുന്നത്. ഒരു ഭാഗം പൊട്ടുകണ്ണും ഒരു ഭാഗം ബ്ലാക്ക് ഐ ആയിട്ട് വരുന്നത്. ഇതിലിപ്പോ നമ്മള് സെറ്റ് ചേർത്ത് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മെയിൻ വെള്ളപ്രാവ്, ആ പ്രാവിനാണ് ഇതിന് സെറ്റ് ചേർത്ത്. നമ്മൾ ആ ചെറിയ ചമ്പംകുത്ത് വരുന്ന പ്രാവ്, ആ പ്രാവ് ഇതാണ് അതിന്റെ
ഫീമെയിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ കാണിച്ചതിന്റെ ഫീമെയിൽ. ഫീമെയിൽ വരുന്നത്. ഇതിലിപ്പോ കുഞ്ഞിനടുത്ത് നിങ്ങൾ പറത്തി വെക്കോ? ഇത് ഫസ്റ്റ് ആയിട്ട് ജോഡിട്ടുള്ളത്. ആ കുഞ്ഞന്മാര് പിരിഞ്ഞിട്ടുള്ളൂ. അതിൽ വന്ന കുഞ്ഞനാണല്ലേ? അതിൽ വന്ന കുഞ്ഞനാണ് ഇത് വന്നത്. ഇത് ഡിഫറെന്റ് കളറിൽ വന്നല്ലേ ഈ മെയിൽ? മറ്റൊന്ന് വെള്ള പ്രാവൂല്ലേ? അതുപോലെ ഈ ഒരു പ്രാവിന്റെ കുട്ടികളാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ആ വെള്ള ലൈനും ഈ ലൈനിലാണ്, ഈ 2 ലൈനിലാണ് പ്രാവ് നമ്മളെ കയ്യിൽ. ഇത് ടൂർണമെന്റ് അല്ലെങ്കിൽ ടീമിക്ക് പറഞ്ഞ പ്രാവാണ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ പറഞ്ഞോ? എങ്ങനെ ഇതിന്റെ? ഇത് ടൂർണമെന്റിൽ പറഞ്ഞ പ്രാവാണ്. ടൂർണമെന്റിൽ പറഞ്ഞെന്ന് പറഞ്ഞാല് സാധാ ടൈമിലൊന്നും ഈ പ്രാവ് ഇരിക്കൂല. അന്ന് അൺലിമിറ്റഡ് ഒന്നും നമ്മളവിടെ വലിയ ഇതായിട്ടില്ല. ആ ടൈമിൽ പിന്നെ നമുക്ക് 11:30-12 മണിക്കാണ് ഈ പ്രാവ് രാത്രി കാലങ്ങളിൽ ഇരിക്കുക. അപ്പൊ നമുക്ക് ഇതിനായിട്ട് ഒരു ഉപകാരം ഇല്ലാത്തതിനെ കൊണ്ട് ആ കൊല്ലം വെട്ടിയ പ്രാവാണ്. പിന്നെ ഇതിനെ പറപ്പിച്ചിട്ടില്ല. ഇപ്പൊ നിലവിൽ നമ്മൾ അതിനെ ഏൽക്ക സെറ്റ് ചെയ്ത ഒരു സബ്ജ പ്രാവാണ് അതിന് സെറ്റ് ചെയ്തത്. ഈ പ്രാവ സെറ്റ് ചെയ്തത്. അതിലിപ്പോ കുഞ്ഞനെടുത്തോ നിങ്ങള്? ഇല്ല, ജോഡി ഇട്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ജോഡിയാണ് ഈ പ്രാവ്. ജോഡി ഇട്ടിട്ടുള്ളൂ. ഈ സബ്ജ എന്ന് പറയുമ്പോ ഇത് പറഞ്ഞ പ്രാവാണ്. നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ? പറഞ്ഞ പ്രാവാണ്. ഓക്കെ. ഇപ്പൊ നല്ലൊരു അൺലിമിറ്റഡ് സെറ്റ് ആയിട്ടാണ് ഇപ്പൊ നമ്മള് ജോഡി ഇതിനെ ചേർത്തിക്കുന്നത്. ഇപ്രാവശ്യം കൂടുതലും അൺലിമിറ്റഡ് ഉള്ള ലൈനേജ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്തല്ലേ? ജോഡി ഇട്ടത്. ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ ഒരു പ്രാവ് ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ ഫീമെയിൽ വരുന്നത്. പിന്നെ ഇവിടെ ഒരു കമ്പിക്കൂട്ടർ ഇതിലുള്ള ഷോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രാവിനെ കൂട്ടിലിട്ട് കാണിച്ചു തരാത്തിട്ട്. കാരണം ഇതിൽ പുറത്തിടാത്തൊരു പ്രാവും കൂടിയാണല്ലോ. അപ്പൊ കമ്പിക്കൂട് നമ്മളെ പറത്തുന്ന ലോഫ്റ്റിലാണുള്ളത്. അവിടുത്തെ പ്രാവിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പിക്കൂട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ എടുത്ത് കാണിച്ചെന്ന ആ പുലിപ്രാവിന്റെ ആ ലൈനേജ് പ്രാവാണത്. അതിലധികം വെള്ളക്കണ്ണിലാണ് പ്രാവ് നമ്മുടെ അടുത്ത് വിരിയുന്നത്. വെള്ളക്കണ്ണന്മാരല്ലേ? ആ പ്രാവ് മഞ്ഞക്കണ്ണാണ്. പക്ഷെ വിരിയുന്ന പ്രാവുകള് ഒരു വിധമൊക്കെ വെള്ളക്കണ്ണം പ്രാവ്. നല്ല കറുത്ത ചുണ്ടാണ് അല്ലേ വരുന്നത്? ഇതിൽ നിന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് വരുന്നത്? ഇത് നല്ല പെർഫോമൻസാ പ്രാവ്. ഈ 13.5 അതിലൊന്നും പ്രാവ് ഒതുങ്ങൂല. പ്രാവ് അതിലും കൂടുതൽ പ്രാവ് പറക്കും നമ്മളെ കയ്യില്. പറന്ന പ്രാവും ഉണ്ട് നമ്മളെ കയ്യില്. ഈ പ്രാവൊക്കെ അതുപോലെ പറന്ന പ്രാവാണ് ഈ പ്രാവ്. പിന്നെ ഒരു പ്രാവ് നമ്മളെ ഷെഡിലുണ്ട് പ്രാവ്. അതില് പറത്തി വെച്ച പ്രാവ് ഷെഡിൽ. ഇത് ഒരു ഫീമെയിൽ ആയപ്പോ മാറ്റിയിട്ടതാണ് ഈ പ്രാവ്. ഇതിന് ഈ ഫീമെയിലിനെ പറത്തി കൊണ്ടുവന്നാണോ? ഈ ഫീമെയിലിനെ പറത്തിയ പ്രാവാണ് ഈ ഫീമെയിൽ. ഒക്കെ വെള്ളക്കണ്ണ് തന്നെയല്ലേ പ്രാവ് വരുന്നത്? അധികം പ്രാവും വെള്ളക്കണ്ണിലാണ് പ്രാവ് വിരിയല്. കണ്ണു നമുക്ക് ഇതാട്ടെ കണ്ണ് വരുന്നത് വെള്ളക്കണ്ണ്. മെയില് ഒന്നുകൂടി പ്യുവർ വെള്ളക്കണ്ണ് അല്ലേ? ഇതാട്ടെ മെയിലിന്റെ കണ്ണ് വരുന്നത്. പിന്നെ നബിൽ ഭായി, അപ്പൊ നമ്മളേ ഇപ്പൊ അത്യാവശ്യം പ്രാവളങ്ങളെ മെയിൻ പ്രാവളൊക്കെ നമ്മൾ കാണിച്ചു തന്നെ. ഞാനൊരു ഇത് ചോദിക്കുന്ന വെച്ചാല് ഇപ്പൊ നിലവിൽ കുഞ്ഞെടുക്കുന്ന പ്രാവളങ്ങൾ പറത്തുന്നുണ്ടോ സീസൺ ആകുമ്പോ? പറത്തുന്നുണ്ട്. ഈ കൊല്ലം ഇവിടെ കുട്ടിയെടുക്കുന്ന 2 പ്രാവുണ്ട്. അതിനെ ഇവിടെ കുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഊതണ പ്രാവില്ലേ? ഒന്ന് ആ ഊതണ പ്രാവ്, ഒന്ന് ഈ പ്രാവ് മുട്ടിട്ട് കിടക്കുന്ന പ്രാവ്. അത് ശരി. അപ്പൊ ഇവർക്ക് പറവയില് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല? ഒരു കുഴപ്പമില്ല. ഇല്ല. അപ്പൊ കുഞ്ഞനെ എടുത്തിരാച്ചിട്ട് പ്രാവ് നാശാനൊന്നും പറവ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്താക്കും, പ്രാവിനെ ഹെൽത്താക്കി എടുക്കും. ഇവിടുന്ന് ഇപ്പോ കൊണ്ടുപോകും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുട ഏകദേശം വിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റിയിടും. പിന്നെ ചിറക് കട്ട് ചെയ്തിട്ടാണ് നിലവിൽ ഉള്ള പയത് വലിച്ചിട്ട് പുതിയ ചിറക് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് പറപ്പിക്കുമല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു എന്താ പറയാ, ഒരു പുതിയൊരു അറിവാണ്. ഈ ചില കുഞ്ഞന്മാർ എടുത്തിരാച്ചിട്ട് ആ കുഞ്ഞന്മാര് അല്ല ആ പ്രാവള് അതിന്റെ പറവ നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ കുട്ടിയെടുത്ത പ്രാവിനും പറത്തുന്നുണ്ട്. ഓക്കെ, അത് നല്ലൊരു അറിവാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമ്മള് പറത്തുന്ന ലോഫ്റ്റില് പോയാൽ നമുക്ക് ഇവിടെ ഏകദേശം പ്രാവളൊക്കെ കണ്ടല്ലോ. നമ്മളിതാട്ടെ കൂടൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് വൃത്തിയുള്ള കൂടാണ്. അടിയിൽ തട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഈ കൂടുണ്ടാക്കാൻ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട്? 35 അതിന്റെ മുകളിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കേജുള്ള നെറ്റാണ് പോലെ യൂസ് ചെയ്തേ. പിന്നെ അതിന്റെ പുറമെ എക്സ്ട്രാ ഒരു പിന്നെ ചെറിയ കള്ളി നെറ്റ് കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചാല് പൂച്ചും ഇതൊക്കെ വെട്ടൊന്നില്ലേ, പാമ്പ് ചെറിയ കണ്ണി അരക്കരയുള്ള കണ്ണി എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. കാരണം വേറുള്ള ശല്യങ്ങളൊന്നും ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു തടാകം മോഡലുള്ള ഒരു ഇതാട്ടോ കനാലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ പിന്നെ വലിയ പാമ്പ് അത്ര ഐറ്റംസുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പൂച്ചന്റെ ശല്യം അങ്ങനെ ഉണ്ടോ?
പൂച്ച അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല. മെയിൻ ശല്യം എന്ന് പറഞ്ഞാല് ഈ കീരി അങ്ങനത്തെ ഐറ്റംസിന്റെ ശല്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ നെറ്റ് കൂടെ ആക്കുമ്പോ ആ ഒരു പ്രശ്നം കുഴപ്പമില്ല. അടി കൂടെ വലിക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ എലിന്റെ ഒക്കെ ഒരു പ്രശ്നം അടി കൂടെ വലിക്കുന്ന, അതിപ്പോ നമ്മൾ ഈ തട്ടും കാര്യങ്ങളൊക്കെ ആക്കി ഈ തട്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാല് അത് കണ്ടില്ലേ, സിമ്പിൾ ആണ് കേട്ടോ, ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമാണ് അല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുനിന്ന് ലോഫ്റ്റിൽ ഒന്ന് പോയി നോക്കാം. അപ്പോ ഇവലെ കളം വരുന്നത് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലേ നബീൽ ഭായി ബീച്ച് വരുന്നേ? ആ ബീച്ചിന്റെ തൊട്ടപ്പുറം തന്നെ ബീച്ചാണ്, ആ കാണുന്ന അങ്ങോട്ട് തന്നെ ബീച്ചാണ്. പിന്നെ ലോഫ്റ്റ് വരുന്നത് ഇതാണ്ടില്ലേ, ഇവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ ലൈറ്റ് ഒരു തെങ്ങിന്റെ ഇതൊക്കെ, ഈ തെങ്ങൊക്കെ ശല്യമായി മാറേണ്ടോ? ശല്യമൊന്നുമില്ല. ഇല്ല, നമുക്ക് കറക്റ്റ് പ്രാവ് ഇരുന്നുണ്ട് അല്ലേ? ഇരുന്നുണ്ട്. ഇതിന്റെ മുകളിലായിരിക്കാം, ഷെഡിന്റെ മുകളിൽ. ഈ ഷെഡിന്റെ മുകളില്. ഞാൻ ലോഫ്റ്റിന്റെ ഉള്ളിൽ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. വലിയ ലോഫ്റ്റ് തന്നെയാണ്, അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെട്ടുപ്രാവളാണ് ഈ മേലുള്ള വെട്ടുപ്രാവ് അല്ലേ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ വൈകുന്നേരമാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ രാവിലെയും കൊടുക്കും വൈകുന്നേരം കൊടുക്കും? സീസൺ അല്ലാത്തോണ്ട് ഫുഡ് വെള്ളം കാര്യങ്ങളൊക്കെ രാവിലെ കൊടുത്തിട്ട് ഫുഡ് വൈകിട്ട് കൊടുക്കും. ഈ പ്രാവ് കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിക്ക് പറഞ്ഞ് പ്രാവാണ്. ഇത് ടൂർണമെന്റ് വിട്ട പ്രാവാണ്. ഈ കൊല്ലം ഈ പ്രാവിനെ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പ്രാവ് നല്ലൊരു ഇണക്കുള്ള പ്രാവാണ് അല്ലേ, കയ്യിലൊക്കെ നിന്ന് വലിയൊരു പേടില്ലാത്തേ. ഇതാണ്ട് വരുന്നതിന്റെ കണ്ണ്. ഇതിലിപ്പോ എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോ? പ്രാവ് വിട്ട് കഴിഞ്ഞാല് മുകളിൽ തന്നെ ആയിരിക്കും, ഹൈറ്റിൽ തന്നെ ആയിരിക്കും. വൈകുന്നേരം നമ്മൾ കൂട്ടിലാവുന്ന നേരത്ത് താഴത്തേക്ക് വരുള്ളൂ. പിന്നെ അതല്ല, ഇതിപ്പോ പിന്നെ ഇത് നമ്മളെ ലൈനേജ് പറയുമ്പോ, ഇത് ലൈനേജ് എന്ന് പറയുമ്പോ ഇതിന്റെ അച്ഛൻ വരുന്നത് സബ്ജപ്രാവാണ് വരുന്നത്. ഫീമെയില് കയറപ്രാവും. നമ്മളെ അവിടുത്തെ കൂട്ടിൽ പ്രാവുണ്ട് അവിടെ. അപ്പൊ അതില് ഇതില് ഈ ഒരു കുട്ടി തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് കുഞ്ഞന്മാരുണ്ടോ? ഇതിൽ ഈ ഒരു കുട്ടി തന്നെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വിട്ടു, ഇനി അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം കൂടി ഈ പ്രാവിനെ വിടും. ഇത് മെയിൽ പ്രാവല്ലേ വരുന്നത്? മെയിൽ പ്രാവാണ്. ഒരു തൂമർ ഇതിലൊക്കെ പെട്ട പ്രാവാണല്ലേ. ജസ്റ്റ് അതിന്റെ കളർ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ഇതല്ലേ, തൂമർ ടച്ച് പ്രാവാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ വെയിലിന്റെ സമയത്തുള്ള പറവ എങ്ങനെയാ വരുന്നേ? ഈ പ്രാവ് വെയിലായാലും ഇതായാലും പ്രാവ് ഹൈറ്റ് തന്നെ പറവ. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇറങ്ങാനേ താഴത്തേക്ക് വരും. ഒറ്റ നിൽപ്പ് തന്നെ അല്ലേ, രാവിലെ തൊട്ട് താഴത്തേക്ക് വന്നാല് പിന്നെ റെഡിയാ. പ്രാവ് ഇറങ്ങാന്ന് ഉറപ്പിച്ച പോവില്ല. അല്ല ഞമ്മളൊക്കെ കൊറേ പ്രാവ് തെങ്ങും ചാരിങ്ങനെ നടക്കുന്നേ, ആ ഒരു ഇതൊന്നുമല്ല. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രാവിനും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ പ്രാവ് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം മഴത്തും വെയിലത്തും നല്ലോണം പറഞ്ഞു. മഴത്ത് അത്യാവശ്യം നല്ലോണം പറക്കും പ്രാവ്. മഴത്ത് പ്രത്യേക ഒരു ഉഷാറാണ്. അതിന്റെ ചിറക് ജസ്റ്റ് ഒന്ന് വിരിച്ച് കാണിച്ചു കൊടുക്കാം നമുക്ക്, പ്രേക്ഷകർക്ക് ഒന്ന് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലേ. ഇത് ചിറക് നൈസായിട്ട് വരുന്നൊരു തൂവലല്ലേ വരുന്നേ, ഫെതറുകൾ കണ്ടില്ലേ, നല്ല കട്ടി കുറഞ്ഞിട്ട് വരുന്നേ, ഒരു വീതി ഉണ്ടല്ലേ ചിറക്, വീതിയുള്ള ചിറകാണ്. ഈ കാറ്റൊക്കെ പിടിച്ച് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രാവ്, നല്ല രസമുള്ള വർക്കല പ്രാവ്. ഇതെങ്ങനെയാണ്, ഹൈറ്റ് തന്നെയാണ് ഇതിന്റെ പറവ്? ഇതൊരു മീഡിയം ലെവലില്, ഒരു മുക്കാലിലൊക്കെ പറയല്ലേ, ആ തൂക്കത്തില് പ്രാവ് ഇങ്ങനെ പറക്കും. വെയിലുമായും പ്രശ്നമല്ല പ്രാവിന്. ഇതിപ്പോ എത്ര നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പ്രാവ്? ഈ പ്രാവ് മത്സരങ്ങളൊക്കെ വിട്ടിട്ട് എന്താ പറയാ, നമ്മള് നല്ല ഓഫറിലാണ് പ്രാവിനെ വിട്ടത്. ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ഒറ്റപ്രാവ് ഇരുന്നതിന്റെ പേരില് ഈ പ്രാവ് അതിന് തുണ വിട്ട പ്രാവ് ചെറിയൊരു അപ്പൊ അതിന്റെ പേരില് അത് ഒറ്റക്ക് നിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ പ്രാവിന്? ഈ പ്രാവ് ഒറ്റക്കൊക്കെ നല്ല രീതിയിൽ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന പ്രാവാ. ഫസ്റ്റിൽ ഈ പ്രാവ് അങ്ങനെ തുണയിലൊന്നും അങ്ങനെ പറക്കൂല. ഈ പ്രാവിന്റെ കൂടെ തുണക്കായതിനു ശേഷം ആ പ്രാവ് ഒരു എതുക്കട് കളിച്ചപ്പോ അതിന്റെ മുകളിൽ ഇരുന്ന് ഡൗൺ ആയി പോയി പ്രാവ്. പിന്നെ ടൂർണമെന്റ് പറഞ്ഞാല് ഭാഗ്യം കൂടി ആണല്ലോ. ചിലപ്പോ എന്തെങ്കിലും നമ്മൾക്ക് ഭാഗ്യക്കുറവോ അല്ലെങ്കിൽ പ്രാവിന്റെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായാൽ തന്നെ ആ ടൂർണമെന്റിലെ ടൈം നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതന്നെ തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടുത്തിയാലോ? നമ്മളെ വെള്ളൈറ്റത്തിലുള്ള പ്രാവാണ് ഈ പ്രാവ്. നമ്മളെ ഈ ബെൽറ്റ് വരുന്ന പ്രാവ് ആ ഐറ്റത്തിലുള്ള മെയിൻ വർഗത്തിൽ പെട്ട വെള്ള. ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോ ഈ പ്രാവ് 13.5 കിട്ടൂല ഈ പ്രാവ്. അപ്പൊ നമ്മള് 13.5 അധികം ടാർഗറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് കഴിഞ്ഞ കൊല്ലം മൂപ്പര് ഒരു മത്സരത്തിൽ നമ്മൾ വിട്ടിട്ടില്ല.
പ്രാവ് ഇരിക്കൂല, ഇരിക്കാത്ത പ്രായം ഓവറാണ്. നമ്മൾ വിട്ടിട്ട് കാര്യമില്ലല്ലോ. ആ ആ അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഈ പ്രാവശ്യം ഈ മൂപ്പര രീതിക്ക് കളിച്ചു നോക്കാന്നുള്ള നമ്മൾ അൺലിമിറ്റഡ്ക്ക് പറത്താൻ വേണ്ടിട്ട് പറത്താന്നുള്ള നമ്മളും കൂടി ഒന്ന് ഒരുങ്ങാണ് അല്ലേ? ഒരുങ്ങാണ്. പിന്നെ ഞാൻ ചോദിക്കണേ, നിങ്ങളിപ്പോ ഈ ബീച്ച് ഏരിയ എന്ന് പറയുമ്പോ പല ആൾക്കാർക്കുള്ള സംശയം ഈ കാറ്റിന്റെ ദിശക്കനുസരിച്ചിട്ട് പ്രാവ് നിന്ന് കൊടുക്കുന്നുള്ള അങ്ങനെ ഒരു ഈ നിങ്ങൾക്ക് വരുന്ന ആനുകൂല്യം വരുന്നുണ്ടോ? പറത്തുന്ന സമയത്ത് കാറ്റിനനുസരിച്ച് ഇപ്പൊ ഒരു നോർമൽ പറവുള്ള പ്രാവ് ഇപ്പൊ ഞങ്ങളെ സൈഡൊക്കെ പറയുമ്പോൾ മലയോര മേഖല, അപ്പൊ അവിടെ എത്തി കഴിഞ്ഞാൽ ഇവിടെ പറക്കുന്ന പ്രാവ് അത്ര അങ്ങോട്ട് പെർഫോമൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞേക്കാം. അതിന്റെ ഒരു കാഴ്ചപ്പാടില് കാറ്റിന്റെ ഇതിന്റെ ഇതൊന്നല്ല, പ്രാവ് പിന്നെ അത് ട്രെയിൻ ചെയ്യുന്ന ആള്, ആ ആളെ മികവിലാണ് പ്രാവ് പറക്കുന്നത്. അല്ലാതെ കാറ്റ് അതിനൊന്നും, അതൊക്കെ ഒരു വെറും വർത്താനം മാത്രം. വർത്താനാണ്. ട്രെയിൻ ചെയ്യുന്ന ആള് നല്ല ക്ലൈമറ്റ്, പ്രാവും നല്ലൊരു പ്രാവുമ്പോളെ പ്രാവ് പറക്കും. ഭാഗ്യം, നമ്മളെ ഭാഗ്യം ഇതെല്ലാം കൂടി കൂടിച്ചേർന്നത്. അല്ലാതെ കാറ്റ് മാത്രം ഉണ്ടായിട്ടൊന്നും പ്രാവ് പറക്കൂല. പറക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് നമ്മളെ ജയ്സൽ പരപ്പനങ്ങാടിന്റെ ഓരോ വീഡിയോസിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടാ ഈ കാറ്റത്തല്ല പ്രാവ് വറുത്തത് തരട്ടെ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചു. പല ആൾക്കാർ ഇങ്ങനെ പറയുന്നത് മെയിൻ ആയിട്ട് അതിന്റെ ട്രെയിനിങ്, പിന്നെ നല്ല പ്രാവ് പറക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതന്നെ അതന്നെ അതന്നെ. ഏറ്റവും കൂടുതൽ പ്രാവ് മണിക്കൂറുകൾ പറഞ്ഞത് ഈ പാലക്കാട് ഈ ഏരിയകളിലൊക്കെയാണ്. കടപ്പുറായിട്ടല്ല, ചൂടും അധികമാണ്. പ്രാവും പോറ്റാറിന്റെ ട്രെയിനിങ് ആണ്. പിന്നെ പ്രാവിന്റെ അതും. പിന്നെ ഇതിന് കൂടുതൽ വാചകം അടിച്ച ആൾക്കാരെ പറഞ്ഞാല് ഇതിനെ പറ്റി ഒത്തു വരാത്തലേക്കും. കാരണം ഇതിന്റെ ഈ വീട് ഇറങ്ങി കളിക്കുന്നവർക്ക് വല്ലാതെ ഇതിൽ അഭിപ്രായം ഉണ്ടാവില്ല. കാരണം നല്ലൊരു പ്രാവ് ഉണ്ടെങ്കിൽ ടൈമിക്ക് എത്തും എന്നുള്ളവരല്ലേ. മെനക്കെടാൻ സമയവും പ്രാവും ഇതെല്ലാം എല്ലും കൂടി ഉണ്ടെങ്കിൽ പ്രാവ് പറക്കും. അല്ലാണ്ട് കാറ്റ് തോന്നുന്നില്ല അങ്ങനെ. ഈ പ്രാവും അതിൻ്റെ ഒത്ത് വരുന്ന പ്രാവാണ് നമ്മളിപ്പോ പറഞ്ഞ പ്രാവ്. നമ്മൾ പറഞ്ഞ ആ പ്രാവിലുള്ള പ്രാവാണ് അതൊക്കെ. ഇതൊരു ക്ലാവർ ടൈപ്പിലല്ലേ പ്രാവ് വന്നേ? ഇതിനെ പറത്തിയിട്ടില്ല അല്ലേ? ഈ പ്രാവിനെ പറത്തിയിട്ടില്ല. ഒരു വേറെ തന്നെ ഒരു കളറ്, വെറൈറ്റി കളർ ആയതുകൊണ്ട്. ഇത് കണ്ണ് രണ്ടും കരിങ്കണ്ണല്ലേ? പിന്നെ ഈ ഇതിനിപ്പോ നമ്മൾ കുഞ്ഞിനെടുക്കാൻ വേണ്ടി മാറ്റി വെച്ച പ്രാവിനെ മാറ്റി വെച്ചു. ഓക്കെ ഓക്കെ. അതില് ജോഡി ഇടുമ്പോരേ നിങ്ങള് ജോഡി ഇടുന്ന പറഞ്ഞല്ലോ, ഈ വെള്ളപ്രാവിന്റെ ഇതിന്റെ ഈ ഒരു തള്ളന്റെ ലൈനില് നമുക്ക് ഏത് പ്രാവും സൂട്ട് ആകുന്നുണ്ടോ? എങ്ങനെയാണ് എന്റേത്? ഞാൻ അധികം വെള്ളപ്രാവനാണ് ഇതിന്. കരിങ്കണ്ണ് വെള്ളയാണ് വരുന്നത് അല്ലെങ്കിൽ മഞ്ഞക്കണ്ണ് അങ്ങനെ? അല്ല, ഇതിലേക്ക് ജോഡി ഇടുമ്പേ ജോഡി അധികം കരിങ്കണ്ണം പ്രാവിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ പ്രാവിലേക്ക് അധികം കരിങ്കണ്ണം പ്രാവിനെ തന്നെയാണ്. ഈ മേൽപ്രാവ് നമ്മളടുത്ത് ഒരു 4-5 കൊല്ലം മുന്നേ 13 പറന്ന പ്രാവാണത്. ഇത് ടൂർണമെന്റില് പറന്ന പ്രാവാണ്. കണ്ണേരിന് ഫീമെയിൽ വന്നിട്ട് ഈ ഫീമെയിൽ പ്രാവ് ശ്രേയാമോൾ കൊയിലാണ്ടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നമ്മള് നേരത്തെ ഒരു പൊട്ടുകണ്ണ് പ്രാവിനെ കാണിച്ചെന്നെ. ഒരു മിനിറ്റ്, അതിന്റെ കണ്ണൊന്ന് ഫോക്കസ് ചെയ്യട്ടെ. ആ പ്രാവിന്റെ കുട്ടിയാണത്, ആ പൊട്ടുകണ്ണം പ്രാവിന്റെ. ഓന്റെ മെയിൻ ലൈനേജ് ആണ് ഈ പ്രാവ്. ഇതിലാണ് ഞാൻ പറഞ്ഞില്ല 14 മണിക്കൂർ ഇതൊക്കെ പറഞ്ഞ. ഇതിന്റെ മൂത്ത കുഞ്ഞനാണ് ഓന്റെ അടുത്ത് 14 മണിക്കൂർ മുകളില് പ്രാവ് പറഞ്ഞത്. ഇത് അതിന്റെ കുട്ടിയാണിത്. ഇതിന്റെ നേരെ മൂത്ത കുഞ്ഞനാണ് 14 പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ മെയിനുള്ള ഒരു മെയിൽ പ്രാവ് നമ്മൾ അവിടെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നെ കേട്ടോ നിങ്ങൾക്ക്. ആ പൊട്ടുകണ്ണ് ഒരു ഭാഗം കരിങ്കണ്ണ് വരുന്ന പ്രാവ് കേട്ടോ. ഇതിൽ വന്ന കുട്ടിയില്ലേ ഒന്ന് ഒരു നല്ലൊരു പറവെന്ന് പറഞ്ഞേ? ഇതിൽ വന്ന കുട്ടിയാണ് ഈ പ്രാവ്. ഇതൊരു പൊട്ടുകണ്ണ് തന്നെയല്ലേ വന്നേ? അതൊരു പൊട്ടുകണ്ണ് വരുന്നുണ്ട്. കണ്ണ് ജസ്റ്റ് ഫോക്കസ് ചെയ്യട്ടെ. ഒരു ഭാഗം വരുന്നത് മഞ്ഞക്കണ്ണിലും ഈ ഭാഗമാണ് കേട്ടോ പൊട്ടുകണ്ണ് വരുന്നത്. അതിപ്പോ തെളിഞ്ഞു വന്നെന്ന് പറഞ്ഞ് തെളിഞ്ഞു വരാണ് പ്രാവിന്. കണ്ണില്ലേ? ഇത് പറത്തി വെച്ചതാണോ ഈ പ്രാവിനെ? പറത്തി വെച്ചതാണ്. ഈ കൊല്ലം 13 ഇറങ്ങാത്ത പ്രാവ്, ഇറങ്ങി തരുന്നില്ല. ഈ കൊല്ലം ഈ പ്രാവിനെ പറത്തുന്നുണ്ട്. ഇതിപ്പോ അൺലിമിറ്റഡ് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 13 വിട്ടിട്ട് നിങ്ങൾ ട്രെയിനിങ്ങില് ഈ പ്രാവിന്റെ ഇത് എത്ര വരെ നിന്നിട്ടുണ്ട്? ഈ പ്രാവ് ട്രെയിനിങ്ങിൽ ഈ പ്രാവ് അന്ന് ഇറങ്ങി തരുന്നില്ല. പകല് ഇറങ്ങുന്നില്ല പ്രാവ്. ഇന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ പ്രാവ് പിറ്റിയാന്ന് പ്രാവ് ഇറങ്ങി. ആ പ്രാവ് നമ്മൾ കാണുന്നുണ്ടോ മേലെ പറക്കുന്നത്? കാണുന്നുണ്ട്.
ആ നൈറ്റിക്ക് വരുമ്പോ ഈ പ്രാവിന്റെ പെർഫോമൻസ് എങ്ങനെ വരുന്നത് പറവാ? നൈറ്റിക്ക് വരുമ്പോ ലൈറ്റും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആ. നൈറ്റിൽ നമുക്ക് ഓവറ് കാണുന്നില്ല, ഹൈറ്റിൽ തന്നെയായിരിക്കും പ്രാവ് നിൽക്കുന്നത്. മോൾക്ക് ലൈറ്റ് വെക്കാത്തതുകൊണ്ട് നമുക്ക് കാണാനും കിട്ടുന്നില്ല കാണാനില്ല. പിന്നെ പിറ്റേന്നാണ് നമ്മള് പ്രാവിനെ പ്രാവിനെ. അത് ഇറക്കുന്നത്. വന്നിട്ട് വൈകുന്നേരം പ്രാവ് ഇറങ്ങി തന്നെ, അല്ലെങ്കിൽ വന്ന് കാലത്ത് വന്നിട്ട് തന്നെ ഇറങ്ങുന്നുണ്ടോ? വന്നു കഴിഞ്ഞാല് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് പ്രാവ് ഇറങ്ങും. കാരണം ഓരോ ദിവസത്തെ ഫുഡും കാര്യമൊന്നും ഇല്ല, ടയർഡ് ആയിരിക്കും പ്രാവ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് അൺലിമിറ്റഡില് കളിക്കുന്നില്ല, അതിനനുസരിച്ചുള്ള 13ന്റെ ഫുഡാണ് നമ്മള് ഇത് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ. ഇത് കഴിഞ്ഞ കൊല്ലം പറപ്പിച്ചിട്ട് കിട്ടിയ ട്രോഫിയാണത്. 13:24 കേട്ടോ ടൈം വരുന്നേ. ATA കോയ മെമ്മോറിയൽ അല്ലേ? കോയക്കന്റെ പേരിലുള്ള ടൂർണമെന്റ് ആണിത്. ആ ടൂർണമെന്റില് 6ാം സ്ഥാനത്തിന് കിട്ടിയ ട്രോഫിയാണ്. 13:24 6ാം സ്ഥാനമാണ് വരുന്നത് കേട്ടോ. അപ്പൊ നല്ല അത്യാവശ്യം നല്ല ടൈം വരുന്ന ഒരു കമ്മിറ്റിയും കൂടിയാണ് അല്ലേ? നമ്മളെ കമ്മിറ്റി. ഓക്കെ. നിങ്ങൾ ഏതൊക്കെ കമ്മിറ്റിക്കാണ് വിടുന്നത് മൊത്തത്തില്? നമ്മള് കോയക്കന്റെ കമ്മിറ്റിയിൽ മാത്രമേ ഇപ്പൊ നിലവിൽ വിടുന്നുള്ളൂ. അതിൽ അൺലിമിറ്റഡ് വരുന്നുണ്ടോ പറവാ? അതിലിപ്പോ അൺലിമിറ്റഡ് ഒക്കെ ഈ കൊല്ലം നമ്മള് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വരും കൊല്ലങ്ങൾ ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് കമ്മിറ്റി നടത്തുന്നാണ് പറഞ്ഞത്. അൺലിമിറ്റഡ് കൂടുതൽ അൺലിമിറ്റഡിന് എന്താ പറയാ ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നതാണ് കമ്മിറ്റിന്റെ ഒരു ഇത്. ഇപ്പൊ എല്ലാരും അൺലിമിറ്റഡ് പോയി. അൺലിമിറ്റഡ് ടൂർണമെന്റ് 2020 ഒക്കെ വല്ലാതെ 13 ഉണ്ട്. 2020 ഒക്കെ വളരെ കുറഞ്ഞു. വളരെ കുറവാണ്. എല്ലായിടത്തും പ്രാവളായല്ലോ. നമ്മളെ കമ്മിറ്റിയിൽ 2020 10 മണി മത്സരങ്ങളൊന്നും ഇല്ല. കൂടുതലും 13:30 മത്സരങ്ങളാണ് ഇതിലുള്ളത്. എന്നാ നമുക്ക് തൽക്കാലം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ വലിയ വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ ആണ്. കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാനുള്ളതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് അടുത്ത ഒരു സീസണിൽ നല്ലൊരു ടൈം കിട്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഓക്കെ. തൽക്കാലം ബൈ ബൈ.